Good morning, all. So, Industrial Management and Safety നമ്മളിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടന്നു. സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അതിനുശേഷം നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഡെഫിനിഷൻ പ്രോപ്പറായിട്ട് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് നടത്തുന്നു എന്ന കാര്യം പഠിച്ചു. അതിനുശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും പഠിച്ചു. സോ അതിനുശേഷം നമ്മൾ പഠിച്ചത് മെത്തേഡ്സ് ഓഫ് പർച്ചേസിങ് അല്ലെങ്കിൽ ബൈയിങ് ടെക്നിക്സ് എന്ന് പറയും. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ പർച്ചേസ് നടത്താം എന്ന രീതിയിൽ നമ്മൾ ടോട്ടൽ 7 മെത്തേഡ് പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, സോ മൂവിങ് ഓൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസ് പ്രൊസീജിയർ എന്താണെന്നാണ്. അതായത് നമുക്ക് ഇൻഡസ്ട്രിയിൽ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമ്മളത് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു പർച്ചേസ് പ്രൊസീജിയർ, ദർ ആർ 7 സ്റ്റേജസ് ഫോർ എ പർച്ചേസ്. ഓക്കെ, ഒരു പർച്ചേസ് നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ 7 സ്റ്റേജുകളുണ്ട് അല്ലെങ്കിൽ 7 സ്റ്റെപ്പുകളുണ്ട് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അനാലിസിസ് ഓഫ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് റിക്വസിഷൻസ്. അതായത് നമ്മുടെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കുറവുള്ളത്, സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങണം എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കണം. അതിനുശേഷം ചോയ്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ്. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെ സപ്ലയേഴ്സിൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ഈ ലൊക്കേഷനൊക്കെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണോ സപ്ലയേഴ്സ്, അതോ ദൂരെയുള്ള എവിടെന്നെങ്കിലും നമുക്ക് സാധനം വരുത്തണോ എന്നുള്ള കാര്യം തീരുമാനിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിക്വസ്റ്റ്, റെസിപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് കൊട്ടേഷൻസ് ഓർ ടെൻഡേഴ്സ്. സോ ഇപ്പോൾ ഒരുപാട് പേര് സപ്ലയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവരിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൊട്ടേഷൻ സ്വീകരിക്കണം. കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡേഴ്സ് എന്ന് പറയും. ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് സ്വീകരിക്കണം, ടെൻഡേഴ്സ് സ്വീകരിക്കണം. ഈ കൊട്ടേഷൻ എന്ന് വെച്ചാൽ അതൊരു എസ്റ്റിമേറ്റ് ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് അവർ നമുക്ക് അയച്ചു തരും. എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് എല്ലാം കൂടെ ഇത്ര രൂപയാകും എന്നുള്ള രീതിയിൽ ഇവർ എന്ത് ചെയ്യും, ഈ സപ്ലയേഴ്സ് ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഓരോ ഡോക്യുമെന്റ്സ് അയച്ചു തരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊട്ടേഷൻസ് അല്ലെങ്കിൽ എന്താണ്, ടെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് നിന്ന് അതായത് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തിരിക്കുന്നത് ആരാണോ അയാളുടെ കൊട്ടേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനലൈസ് ചെയ്യുന്നത്. അവസാനം ആ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനം വാങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്ലേസിംഗ് ഓഫ് ഓർഡേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും വില കുറവുള്ള അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഏത് സപ്ലയർ ആണോ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഫോളോ അപ്പ് ആൻഡ് എക്സ്പെഡിറ്റിംഗ് ദ പർച്ചേസ് ഓർഡേഴ്സ്. സോ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചുമ്മാ ഇരിക്കുകയാണോ, അല്ല, നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഈ ഓർഡറിന്റെ ഇപ്പോഴത്തെ എന്താണ് പൊസിഷൻ എന്താണ് എന്ന് നോക്കും. അതായത് അവിടെ നിന്ന് നമ്മുടെ സാധനം അവർ ഷിപ്പ് ചെയ്തോ, ഇപ്പം സാധനം എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വെരിഫിക്കേഷൻ ഓഫ് സപ്ലയേഴ്സ് ബിൽ ഫോർ പേയ്മെന്റ് ആഫ്റ്റർ ചെക്കിംഗ് ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് റിജക്ഷൻ. സോ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തു, നമ്മളത് ഫോളോ അപ്പ് ചെയ്തു, ഏറ്റവും അവസാനം എന്ത് സംഭവിച്ചു, നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം നമ്മുടെ കയ്യിൽ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലയറുടെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ബില്ല് വാങ്ങണം. ബില്ല് വാങ്ങിയ ശേഷം എന്ത് ചെയ്യണം, നമുക്ക് വന്നിട്ടുള്ള ഓർഡർ നന്നായിട്ട് പരിശോധിക്കണം. അതിനകത്ത് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാധനം അത്രയും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, റിജക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് തന്നിരിക്കത്തുള്ള സാധനം മോശമായതാണ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിജക്റ്റ് ചെയ്ത് തിരിച്ച് സപ്ലയറിന് അയക്കണം. അപ്പോൾ എന്ത് ചെയ്യും, സപ്ലയർ പുതിയ സാധനം അതിന് പകരം നമുക്ക് അയച്ചു തരും.
സോ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സപ്ലയറുടെ ബില്ല് പേയ്മെന്റ് സെക്ഷനിലേക്ക് അയക്കും. And the last point, closing completed orders and maintenance of records. സോ എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് വേണ്ട രജിസ്റ്ററുകളിലെല്ലാം വേണ്ട എൻട്രീസ് എല്ലാം വരുത്തുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു പർച്ചേസ് പ്രൊസീജിയറിനകത്തുള്ളത്. സോ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നു എന്ന് വിചാരിക്കുക, ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഇബേയിൽ നിന്നോ എന്തെങ്കിലും വാങ്ങുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ഏകദേശം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇബേ ഇതിലെല്ലാം കയറിയിട്ട് എന്താ ചെക്ക് ചെയ്യുന്നത്, ഏറ്റവും വില കുറഞ്ഞ സാധനം അല്ലെങ്കിൽ എന്താണ് ഏറ്റവും റിവ്യൂ കൂടിയ സാധനം എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ സാധനം വാങ്ങുന്നു. ഇവിടെ അതിന് പകരം എന്താണ്, ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങുന്നു, ഫസ്റ്റ് കൊട്ടേഷൻസ് വാങ്ങുന്നു. കൊട്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റിമേറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഇത്ര രൂപയാവും എന്ന രീതിയിൽ അവരൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരുന്നു. ഇതിനെയാണ് നമ്മൾ കൊട്ടേഷൻസ് അല്ലെങ്കിൽ ടെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് ഇത്രയും കൊട്ടേഷൻസ് നമ്മൾ എന്താണ് അനലൈസ് ചെയ്ത ശേഷം അതിൽ ഏറ്റവും അനുയോജ്യമായത് അല്ലെങ്കിൽ നല്ല കൊട്ടേഷൻ ഏതാണോ ആ ഒരു സപ്ലയറെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ കൊടുക്കുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ഓർഡർ പ്രകാരമുള്ള സാധനങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നു. ആ എത്തിച്ചു തരുന്ന സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേടുപാടുകളോ എല്ലാം ഉണ്ടോ എന്ന് നോക്കുന്നു. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ സപ്ലൈ ചെയ്ത ആളിൻ്റെ ബില്ല് പേയ്മെന്റ് സെക്ഷനിലേക്ക് അയക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, ഒരു പർച്ചേസ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. So next we are going to study about inventory. Okay, inventory എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ടേം ആണ്. So going to the definition, it is a detailed list of movable goods which are necessary to manufacture a product and to maintain equipment and machinery in good working condition. So ഇതെന്താണ് ഈ ഇൻവെന്ററി എന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് മൂവബിൾ ഗുഡ്സിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അതായത് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നീക്കാൻ സാധിക്കുന്ന വസ്തുക്കളുടെ ഒരു എന്താണ് ലിസ്റ്റിനെയാണ് നമ്മൾ ഈ ഇൻവെന്ററി എന്ന് പറയുന്നത്. സോ ഈ വസ്തുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണ്, ദേ ആർ വെരി മച്ച് നെസസറി ടു മാനുഫാക്ചർ ദ പ്രോഡക്റ്റ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കൾ എന്താണ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ദേ ആർ നെസസറി ടു മെയിൻറ്റെയിൻ എക്യുപ്മെന്റ് ആൻഡ് മെഷീനറി ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. സോ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രിയിലെ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ മെഷീനറിയോ എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ രണ്ട് ക്വാളിറ്റീസ് ഉള്ള നീക്കാൻ സാധിക്കുന്ന എന്താണ് ഗുഡ്സിന്റെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൺ മോർ ഡെഫിനിഷൻ there, it is a stock of physical asset which has an economic value. സോ സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റോറേജ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും സാധനം റിസർവ് ആയിട്ട് വെച്ചേക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് എക്കണോമിക് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ എന്താണ് മൂല്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയാം, ഇൻവെന്ററി എന്ന് പറയാം. ഓക്കെ, സോ ഇൻവെന്ററി എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരാം, എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്, ഫിനിഷ് പ്രോഡക്ട്സ്, എക്യുപ്മെന്റ്സ്, മെഷീനറി എക്സെട്ര. സോ അതിനകത്ത് റോ മെറ്റീരിയൽസ് വരാം, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വരാം, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അതായത് ടൂൾസോ അല്ലെങ്കിൽ മെഷീൻസോ എല്ലാം എന്തിൽ വരാം, ഈ ഇൻവെന്ററി എന്നതിൽ വരാം. മൂവിങ് ഓൺ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഇൻവെന്ററി കൺട്രോൾ. സോ നമ്മൾ ഇൻവെന്ററി എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ഈ ഇൻവെന്ററി അതായത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു എന്താണ് മൂവബിൾ ഗുഡ്സിന്റെ ഈ ഒരു കൂട്ടം, ഇതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിന്റെ എണ്ണം ഇപ്പോൾ കുറയാനോ കൂടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതിന്റെ എണ്ണത്തെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നു, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇത് സയന്റിഫിക് മെത്തേഡ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതായത് ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സാധനങ്ങൾ അവയുടെ എണ്ണത്തെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നു, അതായത് പ്രൊഡക്ഷന് വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ പ്രൊഡക്ഷൻ
നിന്ന് പോകാതെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഇൻവെന്ററികളുടെ എണ്ണത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന സെക്ഷനിൽ വരുന്നത്. Next point, it determines how much stock to be maintained in order to meet the production demands. So production വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്റ്റോക്ക് നമ്മൾ സൂക്ഷിക്കണം. സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോറേജ് എന്നോ അല്ലെങ്കിൽ റിസർവ് എന്നോ ഒക്കെ പറയാം. സോ എത്രത്തോളം സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സൂക്ഷിക്കണം. എന്തിനു വേണ്ടി? പ്രൊഡക്ഷൻ വളരെ സ്മൂത്ത് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സോ ഇൻവെന്ററി കൺട്രോളിലൂടെയാണ് നമ്മൾ ഈ ഒരു കാര്യം സാധിച്ചെടുക്കുന്നത്. ഓക്കെ. Next point, it also determines how much stock is necessary to provide right materials at right time in right quantities and at competitive prices. So നമ്മൾ എത്രത്തോളം സ്റ്റോക്ക് സൂക്ഷിക്കുന്നു എന്നത് മാത്രമല്ല, സോ എത്രത്തോളം സ്റ്റോക്ക് നമ്മൾ സൂക്ഷിച്ചാൽ അതിലൂടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നതും എന്തിൽ വരുന്നതാണ്? ഇൻവെന്ററി കൺട്രോൾ എന്ന സെക്ഷനിൽ വരുന്നതാണ്. ഓക്കെ. സോ ഇൻവെന്ററി കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഇൻവെന്ററികളുടെ എണ്ണം എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് സയന്റിഫിക് മെത്തേഡാണ്. എത്രത്തോളം സാധനം നമ്മൾ സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്? ഇൻവെന്ററി കൺട്രോൾ ആണ്. അതുപോലെ തന്നെ എത്രത്തോളം സാധനം നമ്മൾ സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആവശ്യമായ അളവിൽ കിട്ടുന്നു എന്നതും തീരുമാനിക്കുന്നത് എന്താണ്? ഇൻവെന്ററി കൺട്രോൾ തന്നെയാണ്. ഓക്കെ. മൂവിങ് ഓൺ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നീഡ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്? അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ ഒരുപാട് ഇൻവെന്ററീസ് ഉണ്ട്. ഇൻവെന്ററി എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. നമ്മൾ എന്തിന് ഈ ഒരു ഇൻവെന്ററീസിന്റെ എണ്ണത്തെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇൻവെന്ററി എന്താണെന്ന് പഠിച്ചു, ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇൻവെന്ററി കൺട്രോളിന്റെ ആവശ്യകത എന്താണ്? ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെന്ററി കൺട്രോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ റിസർവ് ഓഫ് ഗുഡ്സ്. റിസർവ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയാം. സോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആവശ്യമായ വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, ടു എൻഷുർ മാനുഫാക്ചറിങ് അക്കോർഡിംഗ് ടു ദി പ്രൊഡക്ഷൻ പ്ലാൻ. സോ നമുക്ക് എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത്ര സാധനം നിർമ്മിക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിൽ എത്തിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. സോ ആ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മാനുഫാക്ചറിങ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൂടിയേ തീരൂ? ഇൻവെന്ററി പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ പ്ലാൻ പ്രകാരം എന്ത് ചെയ്യാനൊക്കെ മാനുഫാക്ചറിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ, ടു അവോയ്ഡ് ലോസ് ഡ്യൂ ടു ഹെവി സ്റ്റോക്ക്. നമ്മളിപ്പോൾ ഒരുപാട് സാധനം നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ളതിനേക്കാളും അധികം സാധനം നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നഷ്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില ഇടിയുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ചൊരു എന്താണ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയുമില്ല. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ടു അവോയ്ഡ് മെഷീൻസ് ഗെറ്റിംഗ് ഐഡിൽ ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റോക്ക്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കമ്പനിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് കൺസിഡർ ചെയ്യാം. റോ മെറ്റീരിയൽസ് പെട്ടെന്ന് തീർന്നു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മുടെ കമ്പനിയിലുള്ള മെഷീനറി ഒക്കെ എന്താണ് പ്രവർത്തിക്കാതെ കുറച്ച് സമയം നമുക്ക് നഷ്ടമാകും. ഓക്കെ. സോ അങ്ങനെ നമുക്ക് പ്രവർത്തി സമയം നഷ്ടമാകാതിരിക്കാൻ ഇൻവെന്ററി കൺട്രോൾ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ടു അവോയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഡിലേയ്സ്. അതായത് നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് വസ്തുക്കളുടെ ഓർഡർ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാലും എന്താണ്? ഒരുപാട് സമയം കഴിഞ്ഞേ അത് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കഴിഞ്ഞ് അത്രയും സാധനം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തുകയുള്ളൂ, അല്ലേ? സോ ആ ഒരു സമയം എന്ത് ചെയ്യണം? നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുകയും വേണം. ഓക്കെ. സോ ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് എന്താണ്? ഇൻവെന്ററി കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം കംപ്ലീറ്റ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും?
അടുത്തൊരു ഓർഡർ കൊടുക്കും. സോ നമ്മുടെ കയ്യിലുള്ള സാധനം തീർന്ന് ഏറ്റവും അവസാനം മിനിമം ആവുമ്പോഴേക്കും എന്താണ്, മിനിമം ആവുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യും, പുതിയ ഓർഡർ വരികയും നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും മാക്സിമം ആവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, ഒരുപാട് സാധനം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. സോ സപ്പോസ് നമ്മൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില കൂടി എന്ന് വിചാരിക്കുക. സോ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനം നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഗുണം, നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് സാധനങ്ങൾ എന്താണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യാം, അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള ഇൻവെന്ററികളുടെ എണ്ണത്തെ നമ്മൾ എന്തിനു കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയുള്ളതിന്റെ റീസൺസ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, മൂവിങ് ഓൺ. സോ വി ആർ ഗോയിങ് ഫോർ അവർ ഫസ്റ്റ് ക്യൂസ്. യുവർ ക്വസ്റ്റ്യൻ ഈസ്, ഇൻ പർച്ചേസ് പ്രൊസീജിയർ ആഫ്റ്റർ ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ് വി റിക്വസ്റ്റ് ഫോർ ഡാഷ്. അതായത് നമ്മുടെ പർച്ചേസ് പ്രൊസീജിയറിൽ നമുക്ക് നമ്മുടെ സപ്ലയേഴ്സിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ അവരെയെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. യുവർ ഓപ്ഷൻസ് ആർ ബിൽസ്, ഇൻവോയ്സ്, കൊട്ടേഷൻസ്, മണി. So you have 20 seconds time to find the answer. Your time starts now. Okay, time up. We are moving on. So the next topic is inventory control methods. So നമ്മൾ ഇൻവെന്ററി എന്താണെന്ന് പഠിച്ചു, ഇൻവെന്ററി കൺട്രോൾ എന്താണെന്ന് പഠിച്ചു, നമ്മൾ എന്തിനു വേണ്ടി ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നു എന്നതിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഇൻവെന്ററിയെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഇൻവെന്ററികളുടെ എണ്ണത്തെ നിയന്ത്രിക്കാം. ഓക്കെ, എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. So two methods are there. They are EOQ model അല്ലെങ്കിൽ economic order quantity model. രണ്ടാമത്തത് ABC model അല്ലെങ്കിൽ always better control model. ABC analysis എന്നും പറയും. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, the two methods are, first one EOQ model അല്ലെങ്കിൽ economic order quantity model. സെക്കൻഡ് വൺ ABC അല്ലെങ്കിൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ മോഡൽ അല്ലെങ്കിൽ അനാലിസിസ് എന്നും പറയാം. സോ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ EOQ model. So in EOQ model it consists of placing orders in an economic way. Next point is decides how much minimum quantity can be ordered at a time. സോ നമുക്ക് ഒരു സമയം എത്ര ക്വാണ്ടിറ്റി സാധനം നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു EOQ മോഡലാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ്, നമ്മൾ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ പ്രൊഡക്ഷൻ നടക്കും തോറും നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ആ കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പുതിയൊരു പർച്ചേസ് ഓർഡർ കൊടുക്കും. ഇപ്പോൾ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിയുമ്പോഴും എന്താണ്, പിന്നെയും പ്രൊഡക്ഷൻ നടക്കുന്നിടത്തോളം നമ്മുടെ കയ്യിലുള്ള സാധനം കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ് ഒരു മിനിമം ലെവൽ എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഓർഡർ എത്തുകയും നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും മാക്സിമം ആവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഡിസൈഡ്സ് വെൻ ടു പ്ലേസ് ദ ഓർഡർ വിത്തൗട്ട് കോസിങ് എനി ഇന്ററപ്ഷൻ ടു പ്രൊഡക്ഷൻ. സോ മിനിമം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാം എന്നുള്ളത് നമുക്ക് EOQ മോഡലിലൂടെ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ എപ്പോൾ ഓർഡർ ചെയ്യണം, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എപ്പോൾ പുതിയൊരു ഓർഡർ കൊടുക്കാം എന്നുള്ള കാര്യവും തീരുമാനിക്കുന്നത് എന്താണ്, ഈ ഒരു EOQ മോഡലാണ്. നെക്സ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സിസ്റ്റം ഓഫ് റീഓർഡറിങ്.
സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, എപ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കും തോറും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്താണ്, കുറഞ്ഞ് 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 ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ഓർഡർ കൊടുക്കും. സോ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് സാധനം കിട്ടില്ല, പിന്നെയും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ് 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 ഒരു മിനിമം വാല്യൂ എത്തുന്നതിന് മുൻപേ എന്ത് സംഭവിക്കും, നമ്മൾ നേരത്തെ കൊടുത്ത ആ ഓർഡർ പ്രകാരം ഉള്ള സാധനം നമുക്ക് കിട്ടുകയും നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും എന്താണ്, മാക്സിമം ആവുകയും ചെയ്യും. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നിടത്തോളം എന്താണ്, വീണ്ടും നമ്മുടെ സാധനം കയ്യിലുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പുതിയൊരു ഓർഡർ കൊടുക്കും. സോ എന്താണ്, നമ്മൾ വീണ്ടും വീണ്ടും ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് മെത്തേഡ് is also known as system of reordering. Okay, the EOQ model helps to hold appropriate level of inventory. Then it helps to give purchase order at right time. അതായത് കറക്റ്റ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പുതിയൊരു പർച്ചേസ് ഓർഡർ നൽകാൻ ഈ ഒരു EOQ മോഡൽ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, മൂവിങ് ഓൺ. സോ ഞാൻ നേരത്തെ ആ പറഞ്ഞ കാര്യത്തിന്റെ ഒരു എന്താണ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുക. എക്സ് ആക്സിസിൽ ടൈം ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടൈം ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ എന്താണ്, മുന്നോട്ട് പോകും തോറും നമ്മൾ എത്രത്തോളം ടൈം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എക്സ് ആക്സിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഇൻവെന്ററീസ് ഇൻ അവർ ഹാൻഡ് എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകും തോറും നമ്മളിവിടെ ഫസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ള ഇൻവെന്ററീസിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ലെവൽ. അതായത് നമ്മുടെ കയ്യിൽ മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അതിനുശേഷം എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകും തോറും നമ്മുടെ കയ്യിലുള്ള സാധനം കുറഞ്ഞ് 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 ഒരു പോയിന്റിൽ എത്തുന്നുണ്ട്. ആ ഒരു പോയിന്റിന് നമ്മൾ എന്ത് പറയുന്നു, റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നു. ഓക്കെ, റീ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കേണ്ട സമയമായി എന്നാണ് ഈ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിലുള്ള സാധനം കുറഞ്ഞ് 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 ഇൻവെന്ററി ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അപ്പൊ തന്നെ എന്താണ്, ഈ നമ്മൾ കൊടുത്ത ഓർഡർ പ്രകാരമുള്ള സാധനം കിട്ടില്ല. സോ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സ് പിന്നെയും മുന്നോട്ട് പോകും തോറും നമ്മുടെ കയ്യിലുള്ള സാധനം കുറഞ്ഞ് 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 എവിടെ എത്തും, ഒരു മിനിമം ഒരു വാല്യൂവിൽ എത്തുന്നുണ്ട്. ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം ലെവൽ എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു സമയം ആവുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഈ ഒരു റീ ഓർഡർ ലെവലിൽ കൊടുത്ത പർച്ചേസ് ഓർഡർ പ്രകാരം ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. സോ നമുക്ക് പുതിയൊരു ഓർഡർ പ്രകാരം സാധനം കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിലുള്ള ഇൻവെന്ററി എന്ന് പറയുന്നത് വീണ്ടും എവിടെ എത്തും, മാക്സിമത്തിൽ എത്തും. സോ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ്, വീണ്ടും പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നു, നമ്മുടെ കയ്യിലുള്ള സാധനം കുറയുന്നു, കുറഞ്ഞ് 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 വീണ്ടും ഈ റീ ഓർഡർ ലെവൽ എന്ന ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. പിന്നെയും പ്രൊഡക്ഷൻ നടക്കുന്നു, നമ്മുടെ കയ്യിലുള്ള സാധനം കുറഞ്ഞ് 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 ഏകദേശം മിനിമം ലെവൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ കൊടുത്ത പർച്ചേസ് ഓർഡർ പ്രകാരമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നു, നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും മാക്സിമം ആവുന്നു. സോ ഈ ഒരു ഗ്രാഫിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും എന്താണ്, റീ ഓർഡർ, ഈ EOQ മോഡൽ അല്ലെങ്കിൽ എന്താണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡലിനെ നമ്മൾ എന്തും പറയുന്നുണ്ട്, സിസ്റ്റം ഓഫ് റീ ഓർഡറിംഗ് എന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം കുറഞ്ഞ് 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 ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും പുതിയൊരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു മാക്സിമം ലെവലും ഉണ്ട്, ഒരു മിനിമം ലെവലും ഉണ്ട് ഇല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലെവൽ ആൻഡ് ദ മിനിമം ലെവൽ ഇൻവെന്ററി
ഈസ് നോൺ ആസ് റീഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന ഒരു മോഡലിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ആണ്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലെവൽ ആൻഡ് ദ മിനിമം ലെവൽ ഓഫ് ഇൻവെന്ററീസ് ഈസ് നോൺ ആസ് റീഓർഡർ ക്വാണ്ടിറ്റി. സോ നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണ്, നമ്മൾ ഒരിക്കലും സീറോ ആവാൻ സമ്മതിക്കില്ല. നമ്മളൊരു മിനിമം ലെവലിന് താഴേക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം പോകാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഓർഡർ പ്രകാരം പുതിയ ഷിപ്മെന്റ് വരും, നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും എന്താണ് മാക്സിമം ആകും. ഓക്കെ, സോ നമ്മൾ എപ്പോഴും എന്താണ് ഒരു മിനിമം ലെവൽ ഓഫ് ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനം ഒരിക്കലും ഈ ഒരു ലെവലിൽ താഴെ പോകാൻ നമ്മൾ സമ്മതിക്കില്ല. സോ ഈ ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ നമ്മൾ മിനിമം ലെവലായിട്ട് സൂക്ഷിക്കുന്ന ഈ ഒരു ഇത്രയും സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നു, സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നു. ഓക്കെ, so minimum level of inventories that we kept in our industry is also known as safety stock. Okay, ഇനി നമുക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളിലൂടെ ഉണ്ട്. ലീഡ് ടൈം, അതായത് നമ്മളൊരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് എന്താണ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഡർ പ്രകാരമുള്ള പുതിയ ഷിപ്മെന്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത് അല്ലേ. നമ്മൾ ഓർഡർ കൊടുക്കും, അതിനുശേഷം എന്താണ് കുറച്ച് കാലതാമസം എടുത്തിട്ടേ നമുക്ക് എന്ത് ചെയ്യൂ, ആ ഓർഡർ പ്രകാരമുള്ള സാധനം നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അതിനിടയ്ക്ക് വരുന്ന ആ ഒരു സമയം, നമ്മളൊരു പുതിയ ഓർഡർ കൊടുത്ത് ആ ഓർഡർ പ്രകാരമുള്ള സാധനം നമുക്ക് കിട്ടാൻ ആവശ്യമായ സമയം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് ടൈം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ്, നമുക്കിപ്പോൾ എന്താണ് ഒരു ഓർഡർ ലഭിച്ചു, നമ്മുടെ കയ്യിലുള്ള സാധനം മാക്സിമം ആയി, പിന്നെയും നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണ് ഇൻവെന്ററീസ് കുറഞ്ഞ് അടുത്ത ഓർഡർ ലഭിച്ചപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിലുള്ള സാധനം എന്തായി, വീണ്ടും മാക്സിമം ആയി. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ദ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് എന്താണ് സപ്ലൈ ഓഫ് ഓർഡേഴ്സ് ഈസ് നോൺ ആസ് എന്താണ് ഓർഡർ സൈക്കിൾ. The time between two successive order supplies is known as എന്താണ് order cycle. സോ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇതിനകത്തുള്ള എല്ലാ പാരാമീറ്ററും നിങ്ങൾക്ക് എഴുതാൻ നോക്കും. ഓക്കെ, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, മാക്സിമം സ്റ്റോക്ക്, മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് അലൗഡ് ടു കെപ്റ്റ് ഇൻ ദ സ്റ്റോർസ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ സ്റ്റോറുകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മിനിമം സ്റ്റോക്ക്. ഇറ്റ് ഈസ് ദ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഓൾവേസ് ഇൻ ദ സ്റ്റോർ. അതായത് ഈ ഒരു സ്റ്റോക്കിൽ താഴെ പോകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. നെക്സ്റ്റ് വൺ, EOQ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓർഡർ അല്ലെങ്കിൽ എന്താണ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓർഡർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഗ്രാഫിൽ പറഞ്ഞ പ്രകാരം റീ ഓർഡർ ക്വാണ്ടിറ്റി, ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് പോയിന്റ്, റീ ഓർഡർ പോയിന്റ്. അതായത് നമ്മുടെ കയ്യിലുള്ള എന്താണ് മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നതനുസരിച്ച് കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ആ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ആ ഒരു ലെവലിനെ നമ്മൾ പറയുന്ന പേരാണ് റീ ഓർഡർ പോയിന്റ് അല്ലെങ്കിൽ എന്താണ് റീ ഓർഡർ ലെവൽ. ദിസ് ഈസ് ദ പോയിന്റ് വെയർ വി ഹാവ് ടു ഇനിഷ്യേറ്റ് ദ പർച്ചേസ് ഓർഡർ. സോ നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്താലും ഈ ഓർഡർ പ്രകാരമുള്ള സാധനം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ തിരിച്ച് എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് കുറച്ച് ചെറിയൊരു കാലതാമസം ഉണ്ട്. സോ ആ ഒരു സമയ വ്യത്യാസം, ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ പ്ലേസിംഗ് ടൈം ആൻഡ് ദ മെറ്റീരിയൽ റിസീവിംഗ് ടൈം ഈസ് നോൺ ആസ് ലീഡ് ടൈം. ഓക്കെ, സോ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെറ്റീരിയൽ റിസീവിങ് അല്ലെങ്കിൽ എന്താണ് ഓർഡർ പ്ലേസിങ്, ഇതിന് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് വേറെ സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ഓൺ. The next method is ABC analysis അല്ലെങ്കിൽ ABC model. ABC stands for always better control. Okay, ABC stands for always better control. So ഈ ABC അനാലിസിസ് പ്രകാരം നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ 3 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. A ക്ലാസ് ഐറ്റംസ് ഉണ്ട്, B ക്ലാസ് ഐറ്റംസ് ഉണ്ട്, C ക്ലാസ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ,
സോ നമുക്ക് ഫസ്റ്റ് എ ക്ലാസ് ഐറ്റംസ് എന്താണെന്ന് നോക്കാം. Class A items, it consists of 10% of total number of items and 70% of the total money value of all items. So class A ഐറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഉള്ള വസ്തുക്കളുടെ എണ്ണത്തിന്റെ 10% മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അവയുടെ മണി വാല്യൂ അല്ലെങ്കിൽ അവയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഉള്ള വസ്തുക്കളുടെ മൂല്യത്തിന്റെ 70% ഈ മണി വാല്യൂവും എവിടെയാണ് വരുന്നത്? ക്ലാസ് എ ഐറ്റംസിനാണ് വരുന്നത്. സോ ആകെ 10% എണ്ണം മാത്രമേ ഉള്ളൂ, പക്ഷെ അവയുടെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? 70%. സോ നമുക്ക് എന്ത് കാര്യമെന്ന് മനസ്സിലാവും? ഈ ക്ലാസ് എയിൽ വരുന്നതെല്ലാം ഹൈ വാല്യൂ ഐറ്റംസ് ആണ്. അതായത് എന്താണ്? സ്വാഭാവികമായി വില കൂടിയ വസ്തുക്കളാണ് ഈ പറയുന്ന ക്ലാസ് എ എന്ന ഗണത്തിൽ വരുന്നത്. സോ വില കൂടിയ വസ്തുവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവയുടെ സെക്യൂരിറ്റിയും എന്താണ്? ഇറ്റ് requires high security. Okay. സോ നമുക്കിതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് നിങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നതല്ല. ജസ്റ്റ് ഇത് ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഒരു ഇൻഡസ്ട്രിയിൽ, ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിൽ ടോട്ടൽ 100 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് 100 ഇൻവെന്ററീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 ഇൻവെന്ററീസിന്റെ ടോട്ടൽ വില എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഒരു ഇൻഡസ്ട്രിയിൽ 100 ഐറ്റവും ഇല്ല. ഈ 100 ഐറ്റങ്ങളുടെ വില ഒരിക്കലും 100 രൂപയാവുകയും ഇല്ല. ഓക്കെ. നിങ്ങളെ ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. സോ ഇങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ക്ലാസ് എ ഐറ്റംസ് എത്രയായിരിക്കും? അതായത് ടോട്ടൽ 100 ഐറ്റം ആണ് ഉള്ളത്. ഈ 100 ഐറ്റംസിന് ടോട്ടൽ എത്ര രൂപ വരുന്നുണ്ട്? 100 രൂപ വരുന്നുണ്ട്. ഓക്കെ. സോ ക്ലാസ് എ ഐറ്റംസ് എത്ര എണ്ണം കാണും ഇതിനകത്ത്? 100 എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ട്? 10% എന്ന് പറയുമ്പോൾ ക്ലാസ് എ ഐറ്റംസ് 10 എണ്ണം കാണും. 10 ഐറ്റംസ് കാണും. ഓക്കെ. ക്ലാസ് എ എന്ന് പറയുന്നത് ഈ 10 എണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ 100 രൂപയായിരുന്നു. അതിന്റെ എത്ര ശതമാനമാണ്? 70%. അതായത് 70 രൂപയും എന്തിലാണ് പോകുന്നത്? ഈ ഒരു 10 ഐറ്റംസിലാണ് ഈ 70 രൂപയും വരുന്നത്. ഓക്കെ. ആകെ 10 എണ്ണമേ ഉള്ളൂ. പക്ഷെ സോ അവയുടെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ആകെ മൂല്യമായ 100 രൂപയുടെ 70%, അതായത് 70 രൂപയാണ്. സംശയമില്ലല്ലോ. ജസ്റ്റ് 100 എണ്ണമെന്നും 100 രൂപയെന്നും ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്ലാസ് ബി ഐറ്റംസ് എന്താണെന്ന് നോക്കാം. In class B items, it consists of 20% of the total items and 20% of the total money value of all items. അതായത് ഇവയുടെ എണ്ണം, ക്ലാസ് ബി ഐറ്റംസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ 20%. ഓക്കെ. അവയുടെ മൂല്യം അല്ലെങ്കിൽ ടോട്ടൽ മണി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എന്താണ്? ടോട്ടൽ മണി വാല്യൂവിന്റെ 20%ആണ് ഇവയുടെ എന്ത്? മണി വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ 100 ഐറ്റംസ് ഫോർ ₹100 എന്ന ആ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇതിനകത്ത് എത്ര ഐറ്റം വരും? ക്ലാസ് ബിയിലെ ടോട്ടൽ നമ്പേഴ്സ് എത്ര വരും? 20% അല്ലേ? സോ 20 ഐറ്റംസ് വരും. അവയുടെ വില എത്രയാണ്? അതും 20 തന്നെയാണ്. സോ 100 രൂപയുടെ 20% എന്ന് പറയുന്നത് എത്രയാണ്? ₹20. സോ 20 എണ്ണം വരും. അവയുടെ വില എന്ന് പറയുന്നത് 20 തന്നെയാണ്. ഓക്കെ. സോ ഇവ ഏതിനിടയിലാണ് വരുന്നത്? ക്ലാസ് എ മെറ്റീരിയൽസിന്റെയും അതുപോലെ ക്ലാസ് സി മെറ്റീരിയൽസിന്റെയും ഇടയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് എന്ത്? ക്ലാസ് ബി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ക്ലാസ് സി മെറ്റീരിയൽസ്. It consists of 70% of the total number of items and 10% of the total money value of all items. സോ ഇവയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ 70%ആണ് ഇവയുടെ എണ്ണം. ഓക്കെ. അതായത് എന്താണ്? ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ക്ലാസ് എയും ക്ലാസ് ബിയും കൺസിഡർ ചെയ്യുമ്പോൾ ക്ലാസ് സിയുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അവയുടെ മൂല്യം എങ്ങനെയാണ്? അല്ലെങ്കിൽ മണി വാല്യൂ എങ്ങനെയാണ്? ആകെ 10% ഇവയ്ക്ക് വരുന്നുള്ളൂ. ഓക്കെ. സോ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? 70% എണ്ണം വരുന്നുണ്ട്, പക്ഷേ മൂല്യം 10% വരുന്നുള്ളൂ. സോ എണ്ണം കൂടുതലാണ്,
മൂല്യം കുറവാണ്. സോ എന്താണ് ഇതിൽ വരുന്ന വസ്തുക്കളെല്ലാം ലോ വാല്യൂ മെറ്റീരിയൽസ് ആണ് ഈ ക്ലാസ് സിയിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഏകദേശം എന്താണ്, ഏകദേശം അല്ല 70% ആകുമ്പോൾ 70 ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അവയുടെ ആകെ മൂല്യം എത്രയാണ്, 10 രൂപ മാത്രമേ ആവുന്നുള്ളൂ. 70 എണ്ണത്തിന് 10 രൂപ മാത്രമേ ആവുന്നുള്ളൂ. സോ ഓരോന്നിൻ്റെയും വില കുറവല്ലേ ഇവിടെ. സോ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്കിത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് പഠിച്ചാൽ മതി. ക്ലാസ് എ ആണെങ്കിൽ 10 എണ്ണമേ വരൂ. 10 എണ്ണം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എന്താണ് 70 എന്ന് ആലോചിച്ച് വയ്ക്കുക. ക്ലാസ് ബി ആകുമ്പോൾ രണ്ടും 20 ആണ്. 20% തന്നെയാണ് എണ്ണവും, അതുപോലെ 20% തന്നെയാണ് അവയുടെ മണി വാല്യൂ. ക്ലാസ് സി ആകുമ്പോൾ എണ്ണം വളരെ കൂടുതലാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസിന്റെ 70% ക്ലാസ് സി ഐറ്റംസിൽ വരും. പക്ഷെ അവയുടെ മൂല്യം വളരെ കുറവാണ്. എന്താണ്, 10% മാത്രമേ അതിൽ വരുന്നുള്ളൂ. സോ ഇതിൽ വേറെ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. എ ബി സി എന്ന് പറയുന്നത് എന്താണ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് എ ബി സിയുടെ ഫുൾ ഫോം. ഇതും എന്താണ്, ഒരു ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ് ആണ്. ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സിൽ രണ്ടെണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്, EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ മോഡൽ. സോ ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യം, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ഇതിനെ നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഏകദേശം ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സോ ഇവിടെ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ഐറ്റംസ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ എത്ര ഐറ്റം ഉണ്ട്, ഐറ്റംസിന്റെ എണ്ണം. ഇനി വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഐറ്റംസ്. ഓക്കെ, അതായത് ഈ ഓരോ ഐറ്റംസിന്റെയും കോസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ്. സോ ക്ലാസ് എ ഐറ്റംസിനെ പറ്റി നമ്മൾ പറഞ്ഞത് എന്താണ്, അതിന്റെ എണ്ണം ആകെ 10% വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ മൂല്യം അല്ലെങ്കിൽ മണി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 70% വരുന്നുണ്ട്. സോ ഇത്രയും ഭാഗം 0 മുതൽ ഇതുവരെയുള്ള ഭാഗം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ക്ലാസ് എ ഐറ്റംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസ് ബി ഐറ്റംസിനെ പറ്റി പറഞ്ഞപ്പോൾ എങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യാം, ക്ലാസ് നമ്പർ വാല്യൂ ഈ രീതിയിലൊന്ന് എഴുതിയേക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ പറയാം. ക്ലാസ് എ ആവുമ്പോൾ എങ്ങനെയാണ്, നമ്പർ എന്ന് പറയുന്നത് 10% വരൂ, വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 70% ആണ്. ഇനി ക്ലാസ് ബി ആവുമ്പോൾ എങ്ങനെയാണ്, രണ്ടും 20% അല്ലേ, 20%. ക്ലാസ് ബി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, 10% ആയിരുന്നതിന്റെ കൂടെ ക്ലാസ് ബിയുടെ 20% കൂടെ കൂടിയപ്പോഴാണ് ഈ 30% കിട്ടിയത്. ഓക്കെ, അതുപോലെ ഇവിടെ ഓൾറെഡി 70% വരെ എന്താണ്, ക്ലാസ് എ ആണ്. അത് കഴിഞ്ഞ് ക്ലാസ് ബിയുടെ 20% കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 90% നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് ടൈപ്പ് മെറ്റീരിയൽസ് ആണ്, ക്ലാസ് ബി മെറ്റീരിയൽസ് ആണ്. അവയുടെ നമ്പർ 20% ആണ്. അതുപോലെ എന്താണ്, അവരുടെ വാല്യൂവും ടോട്ടൽ വാല്യൂവിന്റെ 20% ആണ്. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി അടുത്ത സി എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് സി പ്രോഡക്ട്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 70% ആണ്. പക്ഷെ അവയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10% മാത്രമേ വരുന്നുള്ളൂ. സോ നമ്പർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, 30യുടെ കൂടെ 70 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, 100% അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആകുന്നത് അല്ലേ. അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എത്രയാണ്, 10% ആണ്. ഇവിടെ നമ്മുടെ ക്ലാസ് എയുടെ 70% കണ്ടു, അതിന്റെ കൂടെ ക്ലാസ് ബിയുടെ 20% കൂടെ വന്നപ്പോഴാണ് 90 ആയത്. ആ 90യുടെ കൂടെ ഈ ക്ലാസ് സിയുടെ 10% കൂടെ ആകുമ്പോൾ ടോട്ടൽ 100% ആവും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഈ 3 ക്ലാസ്സുകളെയും നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ 2 ടൈപ്പ് ഇൻവെന്ററി മോഡലുകളാണ് നമ്മൾ പഠിച്ചത്, EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ, അതുപോലെ തന്നെ ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ മോഡൽ. ഈ 2 കാര്യവും പഠിക്കുമ്പോൾ അതിന്റെ ഗ്രാഫ് കൃത്യമായിട്ട് പഠിക്കുക. ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, so we are going to your second quiz. How much percentage of the total number of items consist of class C items? അതായത് ടോട്ടൽ ഐറ്റംസിന്റെ എത്ര ശതമാനമാണ് ക്ലാസ് സി ഐറ്റംസ് വരുന്നത്.
Your options are 10%, 30%, 70%, 90%. So you have 20 seconds time to find the answer. Okay, time up. So we are winding up today's class. Thank you all. Stay safe.